ഇപ്പം സാറ് ഈ കുട്ടിയോട് ചെയ്ത ഈ ഒരു സിസ്റ്റം ഇതാണല്ലോ ബെറ്റർ. കാരണം അവരെ അവരുടെ ആദ്യം അപ്രിഷ്യേറ്റ് ചെയ്യുന്നു, അവരോട് തന്നെ ചാൻസും കൂടെ കൊടുക്കുന്നു. ഇനി എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? എനിക്ക് ഉറപ്പാണ് ആ ഒരു സാഹചര്യം വന്ന നാളെ ആ കുട്ടി നല്ല രീതിയിൽ ചെയ്യും. ഇനി ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും പറഞ്ഞു കൊടുക്കും, വീണ്ടും ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കും. കാരണം ആ കുട്ടി കേപ്പബിൾ ആണ്, ഇന്റൻഷൻ പ്യുവർ ആണ്, നല്ല രീതിയിൽ ചെയ്യണമെന്ന് അതിന് ആഗ്രഹമുണ്ട്. എന്നോട് അവസാനം ചോദിച്ചത്, നിങ്ങൾ സൈക്കോളജിസ്റ്റ് ആണോ? എൻ്റെ മനസ്സിലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെ ഇങ്ങനെ അറിയുന്നു. ചൂഴ്ന്നെടുക്കുന്ന പക്ഷെ അറിയുന്നത്? ഇതൊക്കെ ഇപ്പോൾ ഒരു ഓണർക്ക് ഓരോ ആളുകളെ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ അവിടെ നമ്മൾ ഇത് പറ്റുന്ന ആളുകളെ അവിടെ നിയമിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിന് പറ്റുന്ന ആളുകൾ ഇവർ അവിടെ പോയിട്ട് അവിടുത്തെ റിപ്പോർട്ട് നമുക്ക് കൈമാറിയിട്ട് കാര്യമില്ല. ഓണർ ക്യാപ്റ്റൻ അല്ല, അതെ, ഓണർ ഈ പറയുന്ന കോച്ചാണ്. കോച്ചാണ്. മനസ്സിലായില്ലേ? അതെ, പുറത്ത് നിന്ന് കളി കാണാണ്, അല്ലെങ്കിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണ് ഓണറിന്റെ ടീമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പുറത്ത് നിന്ന് കാണുന്ന ഡയറക്ട്ലി ഈ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്ന ആളുകളൊക്കെ ഗെയിം ചേഞ്ചേഴ്സ് ആണ്. അതെ, അവരാണ് ആ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ക്യാപ്റ്റൻ ഉണ്ടായിരിക്കും, ഗോൾ കീപ്പർ ഉണ്ടായിരിക്കും, ഫ്രണ്ടും ബാക്കെൻഡും. സത്യത്തിൽ വേറെ ഒന്നും കൂടെ ഉണ്ട് രാജ് സാർ. നമ്മൾ ബിസിനസ്സിനെ കുറിച്ച് പറയുമ്പോൾ ടീം എന്ന് പറയുന്നത് ശരിക്കും ടീമാണല്ലോ. ആളുകളെ മുമ്പിൽ ആരാണ് അല്ലേ? എനിക്കിപ്പോ എന്റെ മൊബൈൽ അവരാണ് നമ്മുടെ മുഖം. അൽഷംസി മൊബൈൽ ഫോൺ എത്ര പേർക്ക് എന്നെ അറിയാം? വളരെ ചെറിയ ആളുകൾക്ക് അറിയൂ. എൻ്റെ കസ്റ്റമേഴ്സ് മുഴുവൻ വരുന്നത് ഈ ടീമിൻ്റെ അടുത്തേക്കാണ്. അതെ, ശരിക്കും പന്ത് കളിക്കുമ്പോൾ ആരാണ് കളിക്കാരൻ? അവരാണ് കളിക്കുന്നത്. അവരാണ് കളിക്കുന്നത്. പുറത്തുള്ള ഓണേഴ്സ് ഒന്നും അല്ല കളിക്കുന്നത്. എൻ്റെ ഈ ടീമാണ് കളിക്കുന്നത്. അവരെയാണ് വിലയിരുത്തുന്നത് അൽഷംസി മൊബൈൽ ഫോൺ ആര് എന്നതിനെ കുറിച്ച്. അവരുടെ സർവീസാണ്, അവരുടെ ചിരിയാണ്, അവരുടെ കെയറിങ് ആണ്, കസ്റ്റമേഴ്സിന് കിട്ടുന്ന കെയറിങ് ആണ്. അതുകൊണ്ടല്ലേ ഹനീഫിക്ക നമ്മൾ ഒരു ഇത്തരത്തിലൊരു ഗെയിം കളിക്കുമ്പോൾ നമ്മൾ യൂണിഫോം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവരവരുടെ വീട്ടിൽ നിന്ന് അവർക്ക് തോന്നിയ പോലെ ഡ്രസ്സെല്ലാം ഇട്ട് വരുന്നത്. ഒരു യൂണിഫോം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെയാണ്, ഒറ്റ മുഖച്ഛായ. അതെ, എല്ലാവർക്കും ഒറ്റ മുഖച്ഛായ എന്നുള്ളത് ആ യൂണിഫോമിറ്റിയാണ് അവിടെ യൂണിഫോമിലൂടെ കൊണ്ടുവരുന്നത്. ഇത് തന്നെയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മളിത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. നിങ്ങൾ ഇന്നതാണ്, ഇതിൻ്റെ ഈ ഭാഗമാണ്, ഇറിപ്ലേസബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ആ പ്ലേസ് വേറെ ആൾ. നിങ്ങളവിടെ തളർന്നിരിക്കുമ്പോൾ അതൊരിക്കലും ആക്സെപ്റ്റഡ് അല്ല, സബ്സ്റ്റിറ്റ്യൂട്ടിനെ വെക്കേണ്ടി വരും. അത് അവർക്ക് ബോധ്യം ഉണ്ടാവണം. എൻ്റെ ഈ ജോലി ഞാൻ അവിടെ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഒരു ഇംബാലൻസ് വരുന്നുള്ള ബോധ്യം അവർക്ക് വരുന്ന സമയങ്ങളിൽ അങ്ങനെ വന്ന് തുടങ്ങുന്ന ഒരു ടീമാണെങ്കിൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ സുഖമായിട്ട്. ഇതുവരെ നമ്മൾ സംസാരിച്ചപ്പോഴൊക്കെ എനിക്കൊരു ഫീൽ ചെയ്യുന്നത്, സാറേ, നമ്മൾ ഈ ചലഞ്ചസ് മാത്രമാണ് അഡ്രസ്സ് ചെയ്ത് തോന്നുന്നു. ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ വന്നപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ആളുകൾക്ക് ഇങ്ങനെയൊക്കെ തന്നെ ഞങ്ങളുടെ അടുത്തുള്ളത്, അപ്പോൾ ഇതെങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും, ഇങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ ഒരു ക്ലാരിറ്റി ഒന്ന് ഷോർട്ടാക്കിയിട്ട് എങ്ങനെയൊക്കെ ഈ എൻവയോൺമെന്റ് മാറ്റിയെടുക്കാൻ പറ്റും? എൻവയോൺമെന്റ് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരാൾ മാത്രം പോരാ, എല്ലാവർക്കും ആ മനോഭാവം വരണം. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഫുട്ബോളിന്റെ ഉദാഹരണം വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ചെറുപ്പം മുതൽക്ക് നമ്മൾ കളിക്കുന്ന ഒരു ഗെയിമാണ്. ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം വേണ്ട, വെള്ളം വേണ്ട, നട്ടുച്ച വെയിലാണെന്നുണ്ടെങ്കിലും നമ്മളുടെ ഇന്റൻഷൻ ഗോൾ അടിക്കുക, തോൽപ്പിക്കുക, അല്ലെങ്കിൽ കളിക്കുക എന്നുള്ളത് മാത്രമാണ്. ആ കളി കഴിയുമ്പോഴാണ് നമ്മൾ തളർന്നു വീഴുന്നത്. കളിക്കിടയിലായാലും നിങ്ങൾ അസംബ്ലിയിൽ നിൽക്കുന്ന കുട്ടികൾ പലരും തളർന്നു വീഴുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും. ജനഗണമന പാടുമ്പോഴും ഈ അസംബ്ലിയിൽ ഒരുപാട് അവരുടെ ഈ ന്യൂസ് പേപ്പർ വായിക്കുമ്പോഴൊക്കെ ക്യൂവിൽ നിന്ന കുട്ടികൾ. പക്ഷേ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പം വെയിൽ കൊണ്ട് തളർന്നു വീണൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. സത്യമാണെന്ന് എനിക്കറിയില്ല, എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ് ഹനീഫിക്ക. ഈ സ്പിരിറ്റ് നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ കഴിയണം. തളരില്ല, അഡ്രിനാലിൻ അങ്ങനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ ബൂസ്റ്റേഴ്സ് ആയിരിക്കണം. അപ്പം പന്തൊട്ടും കിട്ടാതിരിക്കുന്ന കളിക്കാരൻ ഒരു പക്ഷെ തളരും. പന്ത് കൊടുക്കണം. ടീം വർക്കാണിത്. പന്ത് അവനിലോട്ട് എത്തുമ്പോഴാണ് അവൻ ഇരട്ടി സ്പീഡിൽ കുതിക്കുന്നത്. അവൻ അവസരങ്ങൾ കൊടുക്കണം, അവന് റെസ്പോൺസിബിലിറ്റി നമ്മൾ കൊടുക്കണം. അവൻ ഇൻകേപ്പബിൾ ആണ്, അവൻ്റെ അടുത്ത് പന്ത് കൊടുത്ത് ശരിയല്ല, പിന്നെ എന്തിനാ അവനെ നിർത്തിയിരിക്കുന്നത്? കളിക്കാർക്ക് ഓരോരുത്തർക്കും പന്ത് നമ്മൾ ഇട്ട് കൊടുക്കണം. നിങ്ങൾ ഈ പന്ത് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴേ ഇന്ന് ടീമിൽ വന്നത് അവർക്ക് കുറച്ച് ഓവർ ഡ്യൂട്ടി കൊടുക്കണം എന്ന്. നമ്മൾ ഇത്ര സമയം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടെ ഓവർ ഡ്യൂട്ടി കൊടുത്താൽ ഇതെന്താ വെച്ചാൽ നമുക്ക് മനുഷ്യനൊരു സ്വഭാവമുണ്ട്. നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ ഫ്രീ കിട്ടുമ്പോൾ അത് അങ്ങ് പൊളിച്ച് താഴെ ഇടും. അത് മനുഷ്യൻ്റെ സ്വഭാവം തന്നെയാണ്. കാരണം നമ്മൾ ചില മാനസിക പവറൊക്കെ ഇങ്ങനെ ഫുള്ളാക്കി കയറ്റി കൊണ്ടുപോകുമ്പോഴേക്കാൾ കുറച്ച് ഫ്രീ ആകുമ്പോൾ ആരെങ്കിലും ഒപ്പം കൂടി ആ മൊത്തം ഉണ്ടാക്കിയത് ഇങ്ങ് പൊളിച്ച് താഴ്ത്തും. ഇപ്പം നമ്മൾ ഇത്ര ടൈം വർക്ക് സ്പേസിൽ കൊടുക്കുമ്പോൾ
അതിലൊരു 2-3 മണിക്കൂർ കൊണ്ട് തീരുന്ന വർക്കാണെങ്കിൽ ബാക്കിയുള്ള ടൈം അവന് വെറുതെ ഇരിക്കാൻ കഴിയില്ല. ഇപ്പൊ സാറും ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എത്ര സമയം ഈ സംസാരം അല്ലെങ്കിൽ വെറുതെ ഇരിക്കും? എനിക്ക് എൻഗേജ് ആയ എൻ്റെ ബിസിനസ് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് പോകും. അതും ഇല്ലെങ്കിൽ ഉടനെ സോഷ്യൽ മീഡിയ എടുക്കും, അല്ലെങ്കിൽ ആരപ്പോൾ വിളിക്കും. ഇപ്പൊ ഇവര് പറയുന്ന പലതും അവിടെ ഷോപ്പിനകത്ത് നടക്കാനുള്ള കാരണം ഇവർക്ക് ഇവരുടെ ഡ്യൂട്ടി ഡിഫൈൻ ചെയ്ത് ഈ സമയത്തിനുള്ളിൽ ഇന്ന കാര്യങ്ങളാണ്, ഇവിടെയാണ് ക്ലാരിറ്റി വരുത്തുന്നത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു ഡ്യൂട്ടി ഇല്ലാന്നായിരിക്കും. അത്രയല്ലേ ക്വാളിറ്റി ഉള്ളൂ. അങ്ങനെ കരുതരുത്. അങ്ങനെയൊന്നും നമ്മൾ അവരെ ക്വാളിറ്റി ഉണ്ടെന്നോ ക്വാളിറ്റി അല്ല പ്രശ്നം. അവനവന്റെ ഡ്യൂട്ടി സ്വയം മനസ്സിലാക്കാനുള്ള ഐഡിയാസ് അവർക്ക് കൊടുത്തിട്ടുണ്ടാവില്ല. ഇവിടൊക്കെയാണ് നിങ്ങളെ റെസ്പോൺസിബിലിറ്റി, ഈ റെസ്പോൺസിബിലിറ്റി ഈ സമയത്ത് തീർക്കണം എന്ന് കൊടുത്തിട്ടുണ്ടാവില്ല. അത് സ്വയം മനസ്സിലാക്കാനുള്ള ക്വാളിറ്റി ഇല്ല എന്നാ പറയുന്നത്. അതെ. അപ്പൊ അവിടെ ഇത് കൊടുത്ത് ഇവരുടെ ഡ്യൂട്ടി ഇന്നതാണ്, ഈ സമയത്തേക്കുള്ള വർക്കിനേക്കാൾ ഓവർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് തീർക്കണ്ടേ? എനിക്ക് പണി കഴിഞ്ഞിട്ടില്ലല്ലോ, അത് തീർക്കുന്നതിൽ എൻഗേജ് ആവും. നമ്മളിവർ ഒരു ഐഡിയ പറയാണ്, എൻഗേജ് ആവും. അപ്പൊ എന്ത് ചെയ്യും? അവരുടെ ഫുൾ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും.